നമുക്കൊന്നൊരു അടിപൊളി പിസ്താഷ്യോ മിൽക്ക് കേക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇവിടെ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയും 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും നല്ലതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. കട്ടല്ലാതെ വേണം അരിച്ചെടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് 3 എഗ്ഗാണ്. ഈ എഗ്ഗിനെ ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ഇതിലേക്ക് 1/2 സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ, 1 കപ്പ് മൈദപ്പൊടിക്ക് 1/2 കപ്പ് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഷുഗർ നല്ലതുപോലെ പൗഡറാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോൺ ഓയിൽ ഉണ്ടെങ്കിൽ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്. പിന്നെ വേണ്ടത് പിസ്താഷ്യോയുടെ ക്രീമാണ് വേണ്ടത്. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇതിലേക്ക് 2 സ്പൂൺ പിസ്താഷ്യോയുടെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ കേക്കിൽ കളർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് കളർ വേണമെങ്കിൽ ഒരു 1 ഡ്രോപ്പോ ഒരു 2 ഡ്രോപ്പ് എങ്ങാനും കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഗ്രീൻ കളർ കിട്ടും. ഇപ്പോൾ പിസ്താഷ്യോയുടെ ക്രീം ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ് ഗ്രീൻ കളർ കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. മൈദപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം ബീറ്റ് ചെയ്യാൻ നിൽക്കരുത്, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കേക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഒരല്പം ഓയിൽ തടവിയിട്ട് അല്പം മൈദപ്പൊടി ഇട്ടൊന്ന് തട്ടിയെടുത്തതാണ്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് 180-ൽ 30 മിനിറ്റ് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിന് മുകളിൽ ഒഴിക്കാനുള്ള മിൽക്ക് റെഡിയാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് പിസ്താഷ്യോയുടെ ക്രീം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കേക്കിന് ഇതുപോലൊരു ടിന്നെടുത്തിട്ട് ടിന്നിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാലുണ്ടല്ലോ, ആ പാൽ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോഴേ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. പിന്നെ ഫോർക്ക് വെച്ചിട്ട് ഈ കേക്കിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ തന്നെ പാലൊക്കെ ഒബ്സർവ് ആയിക്കോളും. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ക്രീം എടുത്തിട്ടുണ്ട്. ഇതിന് മധുരമില്ല കേട്ടോ. മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരല്പം ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഈ ക്രീമിനെ നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രീമൊന്ന് ഇതിൻ്റെ മുകളിൽ സെറ്റാക്കി എടുക്കണം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം പിസ്തയും ഷുഗർ ഇട്ട് നല്ലപോലെ പൊടിച്ചിട്ട് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്താഷ്യോ മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് കേക്കുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.